നെക്സ്റ്റ് ടോപ്പിക്ക് ഡെവലപ്പിംഗ് യൂസ് കേസസ്. ഓക്കെ, അപ്പോൾ നമ്മൾ റിക്വയർമെൻറ്റ്സ് എഞ്ചിനീയറിംഗ് അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് റിക്വയർമെൻറ്റ്സ് ഗ്യാദർ ചെയ്യുന്നത്, എലിസിറ്റേറ്റ് റിക്വയർമെൻറ്റ്സ് അതൊക്കെ നമ്മൾ പറഞ്ഞു. ഡെവലപ്പിംഗ് യൂസ് കേസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇപ്പം നമ്മൾ ഗ്യാദർ ചെയ്ത ആ ഒരു റിക്വയർമെൻറ്റ്സ് അത് എന്താണ്, ഒരു ഗ്രാഫിക്കൽ മോഡലിലോ അല്ലെങ്കിൽ ഒരു സ്റ്റോറി പോലെ ഒരു ടെക്സ്റ്റ്, നറേറ്റീവ് ടെക്സ്റ്റ്, ഓക്കെ, അല്ലെങ്കിൽ ഗ്രാഫിക്കൽ മോഡൽ അല്ലെങ്കിൽ ഒരു പ്രോട്ടോടൈപ്പ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് എന്താണ്, യൂസർ എങ്ങനെയാണ് ഒരു സിസ്റ്റമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുന്നത്, ഓക്കെ, അത് നമുക്ക് ആർക്ക് കാണിക്കാൻ പറ്റും, കസ്റ്റമറിന് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താണ്, കസ്റ്റമറിന് പെട്ടെന്ന് മനസ്സിലാവും, ഓക്കെ, അവർ പറഞ്ഞ റിക്വയർമെൻറ്റ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഇൻ എസെൻസ് എ യൂസ് കേസ് ടെൽസ് എ സ്റ്റൈലിഷ് സ്റ്റോറി അബൌട്ട് ഹൗ ആൻ എൻഡ് യൂസർ ഇൻട്രാക്ട് വിത്ത് ദി സിസ്റ്റം അണ്ടർ എ സ്പെസിഫിക് സെറ്റ് ഓഫ് സർക്കംസ്റ്റൻസസ്. ദി സ്റ്റോറി മേ ബി എന്താണ്, നറേറ്റീവ് ടെക്സ്റ്റ് ആവാം, an outline of task or interactions, a template based description, okay, or a diagrammatic representation. Regardless of its form, a use case depicts the software system from the end user's point of view. Okay, then the first step in writing a use case is define the set of actors that will involved in the story. Okay, അപ്പോൾ ആക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരൊക്കെയാണ് ഈ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ് പറയുന്നത്. ഫസ്റ്റ് യൂസ് കേസിൽ എന്താ പറയുന്നത്, ആക്ടേഴ്സ്. അതായത് ഫോർ എക്സാമ്പിൾ നമുക്കൊരു സിസ്റ്റം, ഇപ്പോൾ നമ്മളുടെ കോളേജ് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റം ആണെങ്കിൽ അതിൽ ആരൊക്കെയാണ് യൂസേഴ്സ് എന്ന് പറയുന്നത്, ഒരു അഡ്മിൻ ഉണ്ടായിരിക്കും, ഈ മൊത്തം സോഫ്റ്റ്വെയർ കൺട്രോൾ ചെയ്യുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടായിരിക്കും, പിന്നെ ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും, സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും, മറ്റ് സ്റ്റാഫ്സ് ഉണ്ടായിരിക്കും, അല്ലേ. അപ്പോൾ ഇവരെയൊക്കെ പറയുന്നതാണ് എന്ത്, ആക്ടേഴ്സ്. ഓക്കെ, ആക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ഈ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ദെൻ ആക്ടേഴ്സ് ആർ ദി ഡിഫറെൻറ്റ് പീപ്പിൾ ഓർ ഡിവൈസസ്. ഓക്കെ, ഡിവൈസസ് ആവും. അപ്പോൾ നിങ്ങളെ പ്രൊജക്റ്റിലൊക്കെ നിങ്ങൾ സെൻസേഴ്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്, അത് സെൻസറും നമ്മളുടെ സിസ്റ്റം ആക്സസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ആ ഒരു സെൻസർ എന്ന് പറയുന്നത് എന്താണ്, ഒരു ആക്ടറാണ്. ഓക്കെ, അതാണ് ആക്ടേഴ്സ് ആർ ഡിഫറെൻറ്റ് പീപ്പിൾ ഓർ ഡിവൈസസ് ദാറ്റ് യൂസ് ദി സിസ്റ്റം ഓർ പ്രൊഡക്റ്റ് വിത്തിൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് ഫങ്ഷൻ ആൻഡ് ബിഹേവിയർ ദാറ്റ് ഈസ് ടു ബി ഡിസ്ക്രൈബ്ഡ്. It is important to note that an actor and an end user are not necessarily the same thing. It is possible to identify primary actors during the first iteration and secondary actors as more is learned about the system. അപ്പോൾ ആരാണ് പ്രൈമറി ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ, പ്രൈമറി ആക്ടേഴ്സ് ഇൻട്രാക്ട് ടു അച്ചീവ് റിക്വയർഡ് സിസ്റ്റം ഫങ്ഷൻസ് ആൻഡ് ഡിറൈവ് ദി ഇൻറ്റൻഡഡ് ബെനിഫിറ്റ്സ് ഫ്രം ദി സിസ്റ്റം. ഓക്കെ, അതായത് ഈ പ്രൈമറി ആക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അച്ചീവ് റിക്വയർഡ് സിസ്റ്റം ഫങ്ഷൻസ് ആൻഡ് ഡിറൈവ് ദി ഇൻറ്റൻഡഡ് ബെനിഫിറ്റ്സ് ഫ്രം ദി സിസ്റ്റം. ഓക്കെ, ദേ വർക്ക് ഡയറക്ട്ലി ആൻഡ് ഫ്രീക്വൻ്റ്ലി വിത്ത് ദി സോഫ്റ്റ്വെയർ. അവർ അതായത് സോഫ്റ്റ്വെയറായിട്ട് ഡയറക്റ്റ് ഇൻട്രാക്ഷൻ ഉള്ളവരെയാണ് നമ്മൾ പ്രൈമറി ആക്ടേഴ്സ് എന്ന് പറയാം. സെക്കൻഡറി ആക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുന്നവർ, സപ്പോർട്ട് ദി സിസ്റ്റം സോ ദാറ്റ് പ്രൈമറി ആക്ടേഴ്സ് ക്യാൻ ഡു ദിയർ വർക്ക്. ഓക്കെ, സപ്പോർട്ടേഴ്സ്. Once actors have been identified, use case can be developed. Okay, അപ്പം ക്വസ്റ്റ്യൻസ് ദാറ്റ് ഷുഡ് ബി ആൻസേർഡ് ബൈ, അപ്പോൾ ഒരു യൂസ് കേസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് മസ്റ്റായിട്ട് ആൻസർ ചെയ്യണം. ഓക്കെ, ക്വസ്റ്റ്യൻസ് ദാറ്റ് ഷുഡ് ബി ആൻസേർഡ് ബൈ എ യൂസ് കേസ് എന്തൊക്കെയാണ്. അപ്പം ഒരു യൂസ് കേസ് നോക്കുമ്പം അതിൽ നിന്ന് ഇതെല്ലാം മനസ്സിലാക്കണം. എന്തൊക്കെയാണ്, ഹൂ ഈസ് ദി പ്രൈമറി ആക്ടർ ആൻഡ് ദി സെക്കൻഡറി ആക്ടേഴ്സ്. ഓക്കെ, ദെൻ വാട്ട് ആർ ദി ആക്ടേഴ്സ് ഗോൾ, അതായത് ഓരോ ആക്ടേഴ്സ് ചെയ്യുന്ന ഫങ്ഷൻസ് എന്തൊക്കെയാണ്. വാട്ട് പ്രീ കണ്ടീഷൻ ഷുഡ് എക്സിസ്റ്റ് ബിഫോർ സ്റ്റോറി ബിഗിൻസ്, എന്തൊക്കെയാണ് പ്രീ കണ്ടീഷൻസ്. വാട്ട് മെയിൻ ടാസ്ക് ഓർ ഫങ്ഷൻസ് ആർ പെർഫോംഡ് ബൈ ദി ആക്ടർ, എന്തൊക്കെ ഫങ്ഷൻസ് ആണ്, ടാസ്ക് ആണത് പെർഫോം ചെയ്യേണ്ടത്. വാട്ട് എക്സ്പെക്റ്റേഷൻസ് മൈറ്റ് ബി കൺസിഡേർഡ് ആസ് ദി സ്റ്റോറി ഈസ് ഡിസ്ക്രൈബ്ഡ്. ഓക്കെ, what variations in the actors' interactions are possible. What system information will the actor acquire, produce or change. Okay,
will the actor have to inform the system about changes in the external environment? എന്താണ് എക്സ്റ്റേണൽ എൻവിറോൺമെൻറ്റിലുള്ള ചേഞ്ചസ് അനുസരിച്ചിട്ട് എന്താണ് ആക്ടർ എങ്ങനെയാണ് സിസ്റ്റമായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ടത്? വാട്ട് ഇൻഫർമേഷൻ ഡസ് ദി ആക്ടർ ഡിസൈർ ഫ്രം സിസ്റ്റം? ഡസ് ദി ആക്ടർ വിഷ് ടു ബി ഇൻഫോംഡ് അബൌട്ട് അൺഎക്സ്പെക്റ്റഡ് ചേഞ്ചസ്? ഓക്കെ, എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ ആക്ടേഴ്സിന് എന്താണ് സിസ്റ്റമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുമോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് UML യൂണിഫൈഡ് മോഡലിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് അടുത്ത മൊഡ്യൂളിൽ പഠിക്കാനുണ്ട്, 3rd മൊഡ്യൂളിൽ. അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം. ഇപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഓക്കെ, അപ്പം ഇതാണൊരു യൂസ് കേസ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഡയഗ്രാമാറ്റിക് റെപ്രസെൻ്റ് ആണ്. അപ്പം നിങ്ങൾ DFD ഒക്കെ കാണാം. നിങ്ങളിപ്പം പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് DFD ഡേറ്റ ഫ്ലോ ഡയഗ്രാം. ഓക്കെ, നമ്മളുടെ സിസ്റ്റത്തിൻ്റെ ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് DFD. അതുപോലെ തന്നെ UML യൂണിഫൈഡ് മോഡലിംഗ് ലാംഗ്വേജ്. ഇതൊക്കെ ഡയഗ്രാം. നമ്മളൊരു സിസ്റ്റത്തിൽ എന്തൊക്കെ ഫങ്ഷൻ ചെയ്യുന്നു, ഏതൊക്കെ ക്ലാസ്സുകൾ തമ്മിലാണ് ഇൻട്രാക്ഷൻ, ഓക്കെ, എങ്ങനെയാണ് അതിൻ്റെ ഫ്ലോ, ഡേറ്റയുടെ ഫ്ലോ എങ്ങനെയാണ്, അതൊക്കെ ഈ ഒരു ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, UML DFD. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നത് UML ആണ്, യൂണിഫൈഡ് മോഡലിംഗ് ലാംഗ്വേജ് ആണ്. കാരണം അത് ഊപ്സ് കൺസെപ്റ്റുമായിട്ട് കൂടുതൽ അടുത്ത് നിൽക്കുന്നതാണ്. ഓക്കെ, ക്ലാസ് ഒബ്ജക്റ്റ് അതാണ് ഈ UML ബേസിൽ വരുന്നത്, യൂണിഫൈഡ് മോഡലിംഗ് ലാംഗ്വേജ്. അപ്പോൾ ഇൻഡസ്ട്രിയിൽ ഇപ്പം യൂസ് ചെയ്യുന്നത് ഈ UML ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷനാണ്. ഓക്കെ, അപ്പോൾ ഈ ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷനിൽ യൂസ് കേസ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഇതാണ് നമ്മളുടെ ബൗണ്ടറി, സിസ്റ്റം ബൗണ്ടറി എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് നമ്മളുടെ സിസ്റ്റത്തിൻ്റെ എന്താണോ നമ്മളുടെ ഇപ്പം കോളേജ് ഓട്ടോമേഷൻ ആണെങ്കിൽ നമ്മളിവിടെ കോളേജ് ഓട്ടോമേഷൻ നമ്മളുടെ പ്രൊജക്റ്റിൻ്റെ പേര് കൊടുക്കും. ഓക്കെ, ദെൻ കണ്ടില്ലേ ഇവിടെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, അതൊരു ആക്ടറാണ്. ഈ സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് UML. ഓക്കെ, UML ആക്ടറിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സിമ്പിളാണിത്. ഓക്കെ, അത് ഒരു അഡ്മിനിസ്ട്രേറ്റർ, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, ദെൻ ഹോം ഓണർ, ദെൻ സെൻസർ, ഇതൊക്കെയാണ് ആക്ടേഴ്സ്. ഇത് എന്തിനുള്ള യൂസ് കേസ് ആണെന്ന് വെച്ചാൽ എന്താണ്, സേഫ് ഹോം സെക്യൂരിറ്റി ഫങ്ഷൻ. ഓക്കെ, യൂസ് കേസ് ഡയഗ്രാം ഫോർ സേഫ് ഹോം സെക്യൂരിറ്റി ഫങ്ഷൻ. ഓക്കെ, അതിനുള്ള ആ ഒരു സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ളത് യൂസ് കേസാണ്. അപ്പോൾ ഈ ഒരു ഇത് കണ്ടോ, ഈ ഒരു യൂസ് കേസ് കാണുമ്പം തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഒരു സിസ്റ്റം ആരൊക്കെ ആക്സസ് ചെയ്യുന്നുണ്ട്, ആരാണ് സെൻസേഴ്സ്, അഡ്മിനിസ്ട്രേറ്റർ, ഹോം ഓണർ. ഓക്കെ, ഇനി ഇതിൽ നോക്കിയേ, ഇതിൻ്റെ ഈ ഒരു ബൗണ്ടറിൻ്റെ ഉള്ളിൽ കൊടുത്തത് മൊത്തം യൂസേഴ്സ് ചെയ്യുന്ന ഫങ്ഷൻസാണ്. ഓക്കെ, അപ്പം ഇതിൽ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇത് ഈ ഒരു റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ലൈന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്, യൂസറുടെ ഫങ്ഷൻ, യൂസർ എന്തൊക്കെ ഫങ്ഷൻസാണ് ചെയ്യുന്നത്. ഇപ്പം ഹോം ഓണർ എന്തൊക്കെയാണ്, ആംസ് ഓർ ഡിസാം സിസ്റ്റം, അതായത് ഓൺ ഓർ ഓഫ്. പിന്നെന്താണ്, ആക്സസ് സിസ്റ്റം വയ ഇൻ്റർനെറ്റ്, നമ്മളെ സിസ്റ്റം ആക്സസ് ചെയ്യുന്നു. പിന്നെ ഒരു അലാമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നു. പിന്നെ എന്തെങ്കിലും എറോനിയസ് കണ്ടീഷൻസ് എൻകൗണ്ടർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ആര് ചെയ്യുന്നത്, ഹോം ഓണർ. അഡ്മിനിസ്ട്രേറ്ററിൻ്റെ ഫങ്ഷൻ എന്താണ്, റീകോൺഫിഗർ സെൻസേഴ്സ് ആൻഡ് റിലേറ്റഡ് സിസ്റ്റം ഫീച്ചർ. റീകോൺഫിഗറേഷനാണ് അഡ്മിനിസ്ട്രേറ്റർ ചെയ്യുന്ന ഫങ്ഷൻ. സെൻസേഴ്സ് എന്തൊക്കെ ചെയ്യുന്നുണ്ട്, എന്താണ്, റെസ്പോണ്ട് ടു അലാം ഇവൻറ്റ്, എൻകൗണ്ടേഴ്സ് എറർ കണ്ടീഷൻസ്, അതേപോലെ തന്നെ റീകോൺഫിഗറേഷൻ. ഓക്കെ, മനസ്സിലായല്ലോ. സെയിം ഫങ്ഷൻ തന്നെ മോർ ദാൻ 1 ആക്ടേഴ്സിന് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് എന്തായത് ആ ഒരു ലൈൻ വെച്ചിട്ട് അത് ജസ്റ്റ് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. മനസ്സിലായല്ലോ, ഇതാണ് യൂസ് കേസ് ഡയഗ്രാം. അപ്പോൾ ഈ ഒരു സിസ്റ്റം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആരൊക്കെയാണ് യൂസേഴ്സ് എന്ന് മനസ്സിലായി, ഓരോരുത്തർ ചെയ്യുന്ന ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലായി. ഓക്കെ, ഇതാണ് യൂസ് കേസ് എന്ന് പറയുന്നത്. ഓക്കെ, then building the requirement model. Building the requirement model എന്ന് പറഞ്ഞാൽ the intent of analysis model is to provide description of required informational function and behavioral domains for the computer system. ഓക്കെ, അതായത് അതിൻ്റെ ബിഹേവിയർ എങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ യൂസ് കേസ് കണ്ടു, ദെൻ അതെങ്ങനെ, അപ്പം
ഓരോ സംഭവങ്ങളും എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു ഇതിൽ പറയുന്നത്. ഓക്കെ, ദി മോഡൽ ചേഞ്ചസ് ഡൈനാമിക്കലി ആസ് യു ലേൺ മോർ അബൌട്ട് ദി സിസ്റ്റം ടു ബി ബിൽഡ് ആൻഡ് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അണ്ടർസ്റ്റാൻഡ് മോർ അബൌട്ട് വാട്ട് ദി റിയലി റിക്വയർ. ഓക്കെ, അപ്പോൾ എലിമെൻറ്റ്സ് ഓഫ് എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ് മോഡലിൻ്റെ എലിമെൻറ്റ്സ് എന്ന് പറയുന്നത്? സീനറിയോ ബേസ്ഡ് എലിമെൻറ്റ്. ഓക്കെ, അതായത് ദ സിസ്റ്റം ഈസ് ഡിസ്ക്രൈബ്ഡ് ഫ്രം user points of view using scenario based approach. For example, basic use case and their corresponding use case diagram evolve into more elaborate template based use cases. Scenario based elements of the requirements model are often first part of the model that is developed. 3 levels of shown below. But ഇത് കണ്ടില്ലേ, ഇതാണ് സീനറിയോ ബേസ്ഡ്. അതായത് നമ്മൾ റിക്വയർമെൻറ്റ്സ് ഗ്യാദർ ചെയ്യുന്നുണ്ടല്ലോ, ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് ഡയഗ്രാമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം കണ്ടോ ഇവിടെ ഇതിനെ നമ്മൾ പറയുന്നതാണ് ആക്ടിവിറ്റി ഡയഗ്രാം. ഓക്കെ, ആക്ടിവിറ്റി ഇപ്പം റിക്വയർമെൻറ്റ്സ് ഗ്യാദറിൻ്റെ ആക്ടിവിറ്റി ഡയഗ്രാമാണ് ഇവിടെ. അതാണ് സീനറിയോ ബേസ്ഡ് എലിമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എലിമെൻറ്റ്സ് ഓഫ് റിക്വയർമെൻറ്റ്സ് മോഡലാണ്. എലിമെൻറ്റ്സ് ഓഫ് റിക്വയർമെൻറ്റ്സ് മോഡലിൽ ഫസ്റ്റ് വരുന്ന എലിമെൻ്റ് എന്ന് പറഞ്ഞാൽ സീനറിയോ ബേസ്ഡ് എലിമെൻ്റാണ്. സീനറിയോ ബേസ്ഡ് എലിമെൻറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിവിറ്റി ഡയഗ്രാമാണ്. ഓക്കെ, അപ്പം ഈ ഒരു റൗണ്ടഡ് റെക്റ്റാങ്കിളിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് എന്തൊക്കെ ആക്ടിവിറ്റീസാണ് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, എന്തൊക്കെ ആക്ടിവിറ്റീസാണ് പെർഫോം ചെയ്യുന്നത് അതാണ് ഈ ഒരു റൗണ്ടഡ് റെക്റ്റാങ്കിളിൽ കാണിക്കുന്നത്. ഓക്കെ, റൗണ്ടഡ് റെക്റ്റാങ്കിളിൽ കാണിക്കുന്നത് എന്താണ്, എന്തൊക്കെ ആക്ടിവിറ്റീസാണ് പെർഫോം ചെയ്യുന്നത്. ഈ ഒരു ഇപ്പം ഈ ആക്ടിവിറ്റി ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫ്ലോ ചാർട്ട് ഉണ്ടല്ലോ, അത് ഫ്ലോ ചാർട്ടിൽ എന്താണ് ഫ്ലോ ഓഫ് ഡേറ്റയാണ് കാണിക്കുന്നത്. ഓക്കെ, അത് തന്നെയാണ് നമ്മളുടെ ആക്ടിവിറ്റി ഡയഗ്രാം കാണിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് തേർഡ് മൊഡ്യൂളിൽ പഠിക്കാനുണ്ട് കേട്ടോ. ദെൻ എല്ലാം കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് സ്റ്റോപ്പ് ചെയ്യുമ്പം ഇങ്ങനെ. ഓക്കെ, ഇത് ജോയിൻ ചെയ്യുന്ന ബാറാണ്. ഓക്കെ, ആക്ടിവിറ്റീസ് ജോയിൻ ചെയ്യുന്ന പാർട്ട്. ഓക്കെ, അപ്പം ഇവിടെ കണ്ടില്ലേ, ഒന്നെന്താണ് ഫസ്റ്റ് നമ്മൾ റിക്വയർമെൻറ്റ്സ് ഗ്യാദർ ചെയ്യുന്ന സമയത്ത് എന്താ ഫസ്റ്റ് ചെയ്യുക, കണ്ടക്റ്റ് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. എന്താണ് ഫസ്റ്റ് ആക്ടിവിറ്റി കണ്ടക്റ്റ് മീറ്റിംഗ് ആണ്. ദെൻ മേക്ക് ലിസ്റ്റ് ഓഫ് ഫങ്ഷൻസ് ആൻഡ് ഓർ ക്ലാസ്സസ്. ഇപ്പോൾ എന്തൊക്കെ ഫങ്ഷൻസ് ആണ്, ഏതൊക്കെ ക്ലാസ്, ഇപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആവുന്ന സമയത്ത് പർച്ചേസ്, അതിൽ എന്തൊക്കെ ഫങ്ഷൻസ്, ദെൻ സെയിൽസ്, അതൊക്കെയാണ് പറയുന്നത്. ഓക്കെ, മേക്ക് ലിസ്റ്റ് ഓഫ് ഫങ്ഷൻസ് ആൻഡ് ക്ലാസ്സസ്. ദെൻ എന്താണ് മേക്ക് ലിസ്റ്റ് ഓഫ് കൺസ്ട്രെയിൻസ്. ഓക്കെ, മേക്ക് ലിസ്റ്റ് ഓഫ് കൺസ്ട്രെയിൻസ് അതായത് നമ്മളുടെ ഡിസിഷനാണ്. ഓക്കെ, ഒന്ന് പ്രയോറിറ്റൈസ്ഡ് റിക്വയർമെൻറ്റ്സ് ബൈ യൂസിങ് QFD നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഫോർമൽ പ്രയോറിറ്റൈസേഷനാണോ, ഫോർമൽ പ്രയോറിറ്റൈസ്ഡ് ആണെങ്കിൽ എന്താണ് യെസ് ആണെങ്കിൽ എന്താണ് QFD ബേസ്ഡ്, അല്ലെങ്കിൽ ഇൻഫോർമലി പ്രയോറിറ്റൈസ്ഡ് റിക്വയർമെൻറ്റ്സ്. ഓക്കെ, ദെൻ അടുത്ത ഇതെന്താണ് ഇതിൻ്റെ ബേസിൽ ഈ റിക്വയർമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്ത ബേസിൽ അത് പിന്നെ QFD ബേസ്ഡ്, ഫോർമൽ ബേസ്ഡ് ആണെങ്കിലും ഇൻഫോർമൽ ബേസ്ഡ് ആണെങ്കിലും എന്ത് വയ്ക്കുക, ആ റിക്വയർമെൻറ്റ്സ് വെച്ചിട്ട് യൂസ് കേസ് ക്രിയേറ്റ് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, ദെൻ യൂസ് കേസിൻ്റെ പാർട്ടായിട്ട് വരുന്നതാണ് എന്ത്, എങ്ങനെയാണ് യൂസ് കേസ് ക്രിയേറ്റ് ചെയ്യുക, ആക്ടേഴ്സ് ഡിഫൈൻ ചെയ്യും, എന്തൊക്കെയാണോ ആക്ടിവിറ്റീസ് അതാണ് റൈറ്റ്സ്, അതായത് ഓരോരുത്തർ ചെയ്യുന്ന ഫങ്ഷൻസ് എന്താണോ അതാണ് റൈറ്റ് സീനറിയോസ്. ദെൻ കംപ്ലീറ്റ് ടെംപ്ലേറ്റ്. ഓക്കെ, ഡ്രോ യൂസ് കേസ് ഡയഗ്രാം, ദെൻ സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ അതാണ് സീനറിയോ ബേസ്ഡ്. അപ്പോൾ എലിമെൻറ്റ്സ് ഓഫ് റിക്വയർമെൻറ്റ്സ് മോഡലാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ എലിമെൻറ്റ്സ് ഒരു റിക്വയർമെൻറ്റ് മോഡൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ എലിമെൻറ്റ്സ് ആണ് വരിക. ഒന്ന് സീനറിയോ ബേസ്ഡ് എലിമെൻറ്റ്സ്, അതാണ് നമ്മൾ ആക്ടിവിറ്റി ഡയഗ്രാമായിട്ട് റെപ്രസെൻറ്റ് ചെയ്തത്. ഇപ്പോൾ റിക്വയർമെൻറ്റ്സിനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തു. ദെൻ ക്ലാസ് ബേസ്ഡ് എലിമെൻറ്റ്സ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ യൂസ് കേസ് ഡയഗ്രാം നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ക്ലാസ് ബേസ്ഡ് എലിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഏതൊക്കെ ക്ലാസ്സുകളാണ് ഈ ഒരു
നമ്മളുടെ ഒരു പ്രൊജക്റ്റിൽ ഏതൊക്കെ ക്ലാസ്സുകൾ വരും അതാണ് അങ്ങനത്തെ എലിമെൻറ്റ്സ്. അപ്പോൾ ഓക്കെ, ഈച്ച് യൂസേജ് സീനിയറി ഇംപ്ലൈ സെറ്റ് ഓഫ് ഒബ്ജക്ട്സ് ദാറ്റ് ആർ മാനിപ്പുലേറ്റഡ് ആസ് ആൻ ആക്ടർ ഇൻട്രാക്ട് വിത്ത് ദി system. The objects are categorized into class, a collection of things that have similar attributes and common behaviors. ഇപ്പം സെൻസർ എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ അട്രിബ്യൂട്ട്സ് ആണ് ഈ ഒരു സെക്ഷൻ. ഇപ്പോൾ ക്ലാസ് ഡയഗ്രത്തിൽ 3 കമ്പോണൻസ് ആണുള്ളത്. ഒന്ന് ഫസ്റ്റത്തെ എന്ന് പറഞ്ഞാൽ ക്ലാസ് നെയിം. ഇപ്പോൾ ഇവിടെ ക്ലാസ് നെയിം എന്ന് പറഞ്ഞാൽ സെൻസർ. ഇപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആവുന്ന സമയത്ത് ക്ലാസ് നെയിം എന്ന് പറഞ്ഞാൽ പർച്ചേസ്. ഓക്കെ, നെക്സ്റ്റ് കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ അട്രിബ്യൂട്ട്സ്. ഓക്കെ, ഇപ്പോൾ പർച്ചേസിൽ എന്താണ് ഇൻറ്റിജർ ടൈപ്പാണ്, എന്താണ് പ്രൊഡക്റ്റ് ഐ ഡി. ഓക്കെ, ദെൻ സ്ട്രിങ് പ്രൊഡക്റ്റ് നെയിം. ഓക്കെ, അങ്ങനത്തെ. ദെൻ തേർഡ് കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് അട്രിബ്യൂട്ട്സ്. തേർഡ് കമ്പോണൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഐഡൻറ്റിഫൈ, എനേബിൾ, ഡിസേബിൾ. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ. അതാണ് ക്ലാസ് ബേസ്ഡ് എലിമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ബിഹേവിയർ എലിമെൻറ്റ്സ്. ബിഹേവിയറൽ എലിമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ആണ്. ഓക്കെ, സ്റ്റേറ്റ് ഡയഗ്രാമാണ് ബിഹേവിയറൽ എലിമെൻറ്റിൽ പറയുന്നത്. ഓക്കെ, ബിഹേവിയറൽ എലിമെൻറ്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഇപ്പം മൈക്രോവേവ് ഓവൻ അത് എന്താണ് ഇപ്പം ഇത്ര ടെമ്പറേച്ചർ ആവുന്ന സമയത്ത് ഇപ്പം ആ ഒരു സമയത്ത് അതിൻ്റെ സ്റ്റേറ്റ് എന്താണ്, അത് ഏത് സ്റ്റേറ്റിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഇപ്പം ടെമ്പറേച്ചർ ഇത്രയാവുന്ന സമയത്ത് അത് ഓഫ് ആവുമോ? ഓക്കെ, അങ്ങനെ. ഓക്കെ, അതാണ് ബിഹേവിയറൽ എലിമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദി ബിഹേവിയർ ഓഫ് എ കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം ക്യാൻ ഹാവ് എ profound effects on design that is chosen and the implementation approach that is applied. Therefore, the requirement model must provide modeling elements that depicts behavior. State diagram is one method for representing the behavior of a system by depicting its states and the events that cause the system to change the state. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഒരു ഇവൻറ്റ് ഹാപ്പൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്റ്റേറ്റ് എങ്ങോട്ടാണ് ചേഞ്ച് ചെയ്യുന്നത്, ആ സ്റ്റേറ്റിൽ അപ്പം അതിനുണ്ടാവുന്ന വാല്യൂ എന്താണ്. ഓക്കെ, അതാണ് ബിഹേവിയറൽ സ്റ്റേറ്റ്. മനസ്സിലായല്ലോ? ഇപ്പോൾ നമ്മൾ യൂസ് കേസ് കണ്ടു, ദെൻ ക്ലാസ്. അപ്പോൾ നമ്മൾ എന്താണ് ഫസ്റ്റ് എന്താണ് നമ്മൾ എങ്ങനെയാണ് റിക്വയർമെൻറ്റ് ഗ്യാദർ ചെയ്യേണ്ടത് അതിൻ്റെ ഒരു യൂസ് കേസ് കണ്ടു. ദെൻ യൂസ് കേസ് ഡയഗ്രാം നമ്മൾ ഡെവലപ്പ് ചെയ്തു. ദെൻ അതിൻ്റെ ബേസിൽ എന്താണ് ഏതൊക്കെ ക്ലാസ്സുകളാണ് വരുന്നത് നമ്മൾ നോക്കി. അടുത്ത എന്താണ് ആക്ടിവിറ്റി, ബിഹേവിയർ. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ ഇങ്ങനെ കൊടുത്തു പോയതാണേ. ഓക്കെ, അപ്പം അതാണ് സ്റ്റേറ്റ് ഡയഗ്രാം, അതാണ് ബിഹേവിയർ ആയിട്ട് കാണിക്കുന്നത്. അപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഇവിടെ എന്താണ് റീഡിങ് കമാൻഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേറ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ റീഡിങ് കമാൻഡ്സ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ എന്തൊക്കെയാണ് അട്രിബ്യൂട്ട്സിൽ വാല്യൂ വരിക? സ്റ്റാറ്റസ് റെഡി. ഓക്കെ, മെസ്സേജ് എൻ്റർ കമാൻഡ്, ഡിസ്പ്ലേ സ്റ്റാറ്റസ് സ്റ്റഡി. ഓക്കെ, ദെൻ എന്തൊക്കെയാണ് ഇതിൽ വരുന്ന ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ entry subsystem ready, poll user input panel, read user input, interrupt user input. ഓക്കെ, ആണ് സ്റ്റേറ്റ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അനാലിസിസ് പാറ്റേൺ. ഓക്കെ, അനാലിസിസ് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഇപ്പം നമ്മൾ പാറ്റേൺ അതിൻ്റെ മുമ്പിലത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ് പാറ്റേൺ. ഓക്കെ, അതായത് എന്തിനാണ് സൊല്യൂഷൻ ഫോർ പ്രോബ്ലംസ് ആണ്. ഇപ്പം നമ്മൾ ഒരു പ്രൊജക്റ്റൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പം സെയിം പ്രോബ്ലം തന്നെ മോർ ദാൻ വൺ പ്രൊജക്റ്റിൽ വരും. ഓക്കെ, അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ അപ്പോൾ നമ്മൾ പാറ്റേൺ നെയിമൊക്കെ കൊടുത്തിട്ട് നമ്മളത് സേവ് ചെയ്ത് വെക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് പറയുന്നത് അനാലിസിസ് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളിത് പറഞ്ഞതാണ്. എനിവൺ ഹൂ ഹാസ് ഡൺ റിക്വയർമെൻറ്റ് എഞ്ചിനീയറിംഗ് ഓൺ മോർ ദാൻ വൺ എ ഫ്യൂ സോഫ്റ്റ്വെയർ പ്രൊജക്ട്സ് ബിഗിൻസ് ടു നോട്ടിഫൈ ദാറ്റ് certain problems reoccur across all projects within a specific application domain. These analysis patterns suggest solutions.
Okay, within the application domain that can be reused when modeling many applications. Analysis pattern are integrated to analysis model by reference to the pattern name. They are also stored in repository so that requirement engineers can search facilities to find and apply them. Information about an analysis pattern is presented in standard template. നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് നെഗോഷിയേറ്റിംഗ് റിക്വയർമെൻറ്റ്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളാണ്, പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല. ഓക്കെ, എന്താണ് ഇൻ ആൻ ഐഡിയൽ റിക്വയർമെൻറ്റ് എഞ്ചിനീയറിംഗ് കോൺടാക്ട്സ് ദി ഇൻസെപ്ഷൻ എലിസിറ്റേഷൻ ആൻഡ് എലാബറേഷൻ ടേക്സ് ഡിറ്റർമിൻസ് കസ്റ്റമർ റിക്വയർമെൻറ്റ്സ് ഇൻ സഫിഷ്യൻറ്റ് ഡീറ്റെയിൽ ടു proceed to subsequent software engineering activities. You may have to enter into the negotiation with one or more stakeholders. മനസ്സിലായില്ലേ? അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞത്. അപ്പോൾ മോർ ദാൻ വൺ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടാകുന്ന സമയത്ത് എന്തുണ്ടായിരിക്കും? ആംബിഗിറ്റി. ഓക്കെ, അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ട കാര്യം മറ്റവർക്ക് അത്ര പ്രാധാന്യം ഇല്ലാണ്ടാവും, പ്രാധാന്യം തോന്നില്ല. അപ്പോൾ അവർ പറയും അത് വേണ്ട. ഓക്കെ, അപ്പോൾ അങ്ങനത്തതൊക്കെ എന്താ ചർച്ച ചെയ്തിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം. ഓക്കെ, അതാണ് പറയുന്നത്. ദി ഇൻറ്റൻറ്റ് ഓഫ് നെഗോഷിയേഷൻ ഈസ് ടു ഡെവലപ്പ് പ്രൊജക്ട് പ്ലാൻ ദാറ്റ് മീറ്റ്സ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് നീഡ്സ് വൈൽ അറ്റ് ദി സെയിം ടൈം റിഫ്ലക്റ്റിംഗ് ദി റിയൽ വേൾഡ് കൺസ്ട്രെയിൻസ്. ഓക്കെ, അതായത് ടൈം, പീപ്പിൾ, ബഡ്ജറ്റ്, അതൊക്കെ തന്നെ. ഓക്കെ, ദെൻ വാലിഡേറ്റിംഗ് റിക്വയർമെൻറ്റ്സ്. വാലിഡേറ്റിംഗ് റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആസ് ഈച്ച് എലിമെൻറ്റ് ഓഫ് റിക്വയർമെൻറ്റ് മോഡൽ ഇറ്റ് എക്സാമിൻ ഫോർ ഇൻകൺസിസ്റ്റൻസി. അപ്പോൾ എന്താണ്, ഇപ്പം നമ്മളൊരു റിക്വയർമെൻറ്റ് മോഡൽ ഉണ്ടാക്കുന്ന സമയത്ത് എന്താണ് എക്സാമിൻ ചെയ്യേണ്ടത്? ഇൻകൺസിസ്റ്റൻസി, അതുപോലെ തന്നെ ആംബിഗിറ്റി, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഒമിഷൻസ്, അങ്ങനത്തെ ഒക്കെ ചെയ്യാം. ദി റിക്വയർമെൻറ്റ് റെപ്രസെൻറ്റഡ് ബൈ മോഡൽ ഓർ പ്രയോറിറ്റൈസ്ഡ് ബൈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് ഗ്രൂപ്പ്ഡ് വിത്തിൻ റിക്വയർമെൻറ്റ് പാക്കേജ് ദാറ്റ് വിൽ ഇംപ്ലിമെൻറ്റ് ആസ് സോഫ്റ്റ്വെയർ ഇൻക്രിമെൻറ്റ്സ്. അപ്പോൾ എന്തൊക്കെയാണ് ഫോളോയിങ് ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ? ഈസ് ഈച്ച് റിക്വയർമെൻറ്റ് കൺസിസ്റ്റ് വിത്ത് ദി ഓവറോൾ ഒബ്ജക്റ്റീവ്സ് ഫോർ ദി സിസ്റ്റം ഓർ പ്രൊഡക്റ്റ്? ഹാവ് ഓൾ റിക്വയർമെൻറ്റ്സ് ബീൻ സ്പെസിഫൈഡ് അറ്റ് ദി പ്രോപ്പർ ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ? ദാറ്റ് ഈസ് ഡു സം റിക്വയർമെൻറ്റ്സ് പ്രൊവൈഡ് ലെവൽ ഓഫ് ടെക്നിക്കൽ ഡീൽ ദാറ്റ് ഇൻകോപ്പറേറ്റ് അറ്റ് ദി സ്റ്റേജ്? Is the requirements really necessary or does it represent an add-on feature that may not be essential to the objective of the system? അങ്ങനത്തെ കുറേ സംഭവങ്ങൾ. ഓക്കെ, എന്തൊക്കെയാണ്? റിവ്യൂ ആണ് കേട്ടോ, റിക്വയർമെൻറ്റ്സ് മോഡൽ. എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ, ഓവറോൾ ഇപ്പം നമ്മളുടെ ഒരു സിസ്റ്റത്തിനുള്ള എല്ലാ ഓവറോൾ ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, പിന്നെന്താണ്? അത് പ്രോപ്പർ വേ ഓഫ് അബ്സ്ട്രാക്ഷൻ. ഓക്കെ, ആ സ്കെലിറ്റൻ ആ ഒരു സ്പെസിഫൈ ചെയ്തത് ആ ഒരു പ്രോപ്പർ വേയിലാണോ? ഓക്കെ, പിന്നെ എന്താണ്? ഈ ഒരു റിക്വയർമെൻറ്റ് ഇപ്പം നെസസറി ആവശ്യമായിട്ടുള്ള റിക്വയർമെൻ്റ് ആണോ? ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇത് അൺആംബിഗ്യസ് ആണോ? അതായത് റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് റിക്വയർമെൻറ്റ് അനാലിസിസ്.